ഞാനിട്ടേക്ക് നേരിട്ട് അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഐ സി കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് വെച്ചിട്ട് ഞാൻ ഒരാളെടുത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അതനുസരിച്ച് പോസ്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആർട്ടിസ്റ്റുകള് പറയുന്നത്. നിങ്ങൾക്ക് അസുഖം വന്നാലെങ്കിലും ആ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് മനസ്സിന് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാൻ മേലേ? നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ആ കീമോലൊക്കെ ഇട്ടപ്പോ ഈ പാട്ടി ആട്ടി കളിക്കുന്നു, മുടിയൊക്കെ പറിച്ചെടുത്തിട്ട് സെന്റിമെന്റ്സ് ബീജം ഇട്ടിട്ട് കീമോ കൂട്ടാന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നു. അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ഈ അസുഖം കൂടെ വിറ്റ് കാശാക്കാനുള്ള പരിപാടിയാണോ നിങ്ങൾക്ക്? പറയിക്കുന്നതാ. നിങ്ങളുടെ വീഡിയോ എടുക്കണ്ട ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് വീണ്ടും വീണ്ടും ഇത് ചെയ്യിക്കും പറയുകയും ചെയ്യുന്നതാ നിങ്ങള്. ഇതൊരുമാതിരി എന്തൊക്കെ വന്നാലും എന്തൊക്കെ അനുഭവിച്ചാലും ശരി ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ നടത്തം. എല്ലാരും പറയുന്ന കമന്റ് ബോക്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്നറിയോ? അവരെ ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്, അവർക്ക് അസുഖമാണ്. അസുഖമുള്ള ആൾ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് ആണോ? കുറെ കാലം ഇവരുടെ അസുഖത്തിന്റെ പേരും പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും വേണ്ട വീഡിയോ ഇനി ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ തീരുമാനത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഇന്ന് അത് തിരുത്തി വീഡിയോ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിലിരിപ്പാണ് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ ആദ്യം ഒന്ന് ആലോചിക്കണം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എന്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. 24 മണിക്കൂർ ഫോണും പിടിച്ച് റീലും ചെയ്ത് നടക്കുന്ന നിങ്ങള് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറയുന്നത് കേട്ട് വിശ്വസിച്ചിരിക്കാൻ വേണ്ടിട്ട് ഇത് കാണുന്ന ആൾക്കാരും കേൾക്കുന്ന ആൾക്കാരും പൊട്ടന്മാരൊന്നും അല്ല. ഒരു ഡയലോഗ് മുമ്പ് പറയാറുണ്ടല്ലോ, എന്ത് ചെയ്താലും ഞാൻ നിങ്ങളുടെ വീഡിയോ ഒന്നും കാണാറില്ല. കുറെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സുഹൃത്ത് പറഞ്ഞു തന്നില്ലേ ഇങ്ങനെ ഒരു സംഭവം ഇതിലൂടെ ഓടി നടക്കുന്നുണ്ടെന്നുള്ളത്? കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ഐസിയു കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എന്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചിനെ. ഒരു AIPക്ക് സോഷ്യൽ മീഡിയയില് കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. അതാരാ ഇട്ടതെന്ന് അറിയാവോ? രേണുസുതിക്ക്. നിങ്ങളിട്ട ആ ഒരു വീഡിയോ, സോറി ആ ഒരു ഫോട്ടോ കാരണം വീണ്ടും നെഗറ്റീവ് വന്നത് ആർക്കാ? കിച്ചുവിന്. ആ ഒരു ഫോട്ടോ കാരണം സഹായിച്ച ആൾക്കാർക്ക് വരെ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണല്ലോ അവരൊരു വോയിസ് പബ്ലിഷ് ചെയ്തേക്കുന്നേ. നന്നായി. സഹായിച്ച ആൾക്കാരെ ഒക്കെ ഉപദ്രവിക്കണം. ഇത് പണ്ടേ ഉള്ള നിയമാണല്ലോ. ആരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ ഞാൻ ഉപദ്രവിക്കും. അതുപോലെ അത് ആ ഒരു പിക്ക് പിക്കാണ്. ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാനിട്ടേക്ക് പിക്ക് അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ടും എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഐ സി കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് വെച്ചിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നിങ്ങളെ കാണാൻ വേണ്ടിട്ട് വേറെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറെ ആൾക്കാർ ഫോൺ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒന്നും ഫോട്ടോ എന്തും കൊണ്ട് നിങ്ങൾ പിക്ക് ആക്കിയിട്ട് ഇടാതിരിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ഫോട്ടോ ഇടണ്ടേ? ഈ സീമ ചേച്ചിയുടെ ഫോട്ടോ മാത്രം എന്തിനാ നിങ്ങൾ ആക്കിയിട്ട് എടുത്തിട്ടേക്കുന്നേ? അല്ലാതെ അത് എല്ലാവർക്കും കണ്ടാ അറിയാം ആണ്. അപ്പൊ പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ഐസിയുൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിന്റെ കാര്യം അറിയാലോ. ആരെ ഐസിയുൽ കേട്ടത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാര് വിളിക്കുമ്പോൾ എന്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ പോഷിക്കരുത് ദയവേത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിന്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ക്യാൻസർ ആയിട്ട് എനിക്ക് ഏതായാലും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. ഈ സഹായം ചെയ്യുന്നവരെ ക്രൂശിക്കാനുള്ള കാരണം ഉണ്ടാക്കി കൊടുത്തതാരാ? ഞങ്ങളാണോ? ഇതിനൊക്കെ അവസരം ഉണ്ടാക്കിയ നിങ്ങൾ ഒറ്റ ഒരാളാണ്. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറയുന്നു സഹായിച്ചവരെ ക്രൂശിക്കരുത്, എനിക്ക് ക്യാൻസർ ആണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വന്ന് എന്നെ അങ്ങ് കൊല്ലുക എന്നുള്ള ഡയലോഗ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖമാണ് എന്നറിഞ്ഞപ്പം ഈ ക്രൂശിക്കുന്ന പല ആൾക്കാരും നിങ്ങളുടെ ടോപ്പിക്കേ വിട്ടതാ. ആ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ വീണ്ടും ഇത് ചെയ്യിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് ഇമാതിരി ഡയലോഗ് പറയുമ്പോ എന്തുവാ ചെയ്യണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നേ. അവസ്ഥ ഒരാളെടുത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അതനുസരിച്ച്
സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. അപ്പൊ രേണുവിനെ സംബന്ധിച്ചിട്ട് ഈ ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഞാൻ ഒരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്ന് വെച്ചാൽ ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്. അത് അവന്റെ ഫാമിലിക്ക് അറിയാം. സീമ അവരെല്ലാരെയും സഹായിക്കുന്ന ഒരാൾക്കാരാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ. അങ്ങനെ സഹായിച്ച ഒരു വ്യക്തിയെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി രേണുസുതി മാത്രമാണ്. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് പറയാണ് അവരെ നിങ്ങൾ ക്രൂശിക്കരുത്. ആരാ ഇതിനൊക്കെ കാരണം ഉണ്ടാക്കുന്നേ? സഹായിച്ച ആൾക്കാരെ ഇനിയെങ്കിലും ഉപദ്രവിക്കാതെ ഒന്ന് വിടൂ. ഓരോന്ന് ചെയ്തിട്ട് ആൾക്കാരെ വലിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുത്തിട്ട് ഇമാതിരി ഡയലോഗ് പറയാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ രേണുസുതി. വേറെ ആൾക്കാര് നിങ്ങൾ എങ്ങാണ്ട് ആ അച്ഛന്റെ അടുത്ത് എങ്ങാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു, അസുഖം വേദ ആയിട്ട് വന്നാലും ഞാൻ കർത്താവിന്റെ വഴി കൂടെ നടന്നോളാന്നോ സംതിങ്. ഇതേ നിങ്ങള് സബ്സ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കർത്താവിന്റെ വഴിയിലേക്ക് വരുന്ന രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങളെ അച്ഛനൊന്ന് പോയി നോക്കണം കേട്ടോ. ഇതെല്ലാം കിടന്ന് ആകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാൻ അതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും എനിക്ക് അറിയാതിരിക്കാം, ഞാൻ കുറെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഞാൻ പറയട്ടെ മോളെടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല ആരും എന്തും പറയാമെന്നുള്ള ടേമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർക്കാണ് അത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം വന്നു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യിച്ചു, അപ്പൊ എന്നോട് പറയൂ ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല അറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. അല്ല സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോന്ന് അന്വേഷിക്കത്തില്ല. നമ്മള് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. മോളെ ഞാന് അത് മാത്രമല്ല നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണ് അതുപോലെ അത് എഡിറ്ററാണെന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ അല്ല ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിന്റെ ICUവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ ദേഹത്തൊക്കെ എനിക്കതിനെ ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല, ICUവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുകനെ ടാർഗറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. എവിടെ എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്തൊരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയണില്ല. സത്യാണ്, ബോധവും ഇല്ല വിവരവും ഇല്ല, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ബോധമുള്ള ആരെയിലൊക്കെ ആ കീമോ വെച്ചേക്കുന്ന പൈപ്പിൽ തട്ടി ഇരുന്ന് കളിക്കുവോ? എനിക്കറിഞ്ഞൂടാ. ഇവർ എന്തൊക്കെയാണ് ഇവര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ആ അസുഖം കൂടെ വിറ്റ് ഇവർക്ക് ഇനി കാശാക്കണോ? എന്റെ മുന്നേ ദൈവമേ, സത്യം പറഞ്ഞ കുറെ ദിവസമായിട്ട് കാണുക ഇവര് കാണിച്ചു കൂട്ടുന്ന ഓരോ പേക്കൂത്തുകള്. നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? ആ ഫോൺ ഒന്ന് മാറ്റി വച്ചിട്ട് വല്ല റെസ്റ്റ് എടുക്ക്. ഈ സമയത്ത് റെസ്റ്റ് ആണ് വേണ്ടത്, അല്ലാണ്ട് ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുവല്ല വേണ്ടത്. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടോ? യാവിടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാൻ പോകുന്നത്.
എങ്ങാണ്ട് വേറൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു, കീമോ എടുക്കാൻ പോയതോ കഴിഞ്ഞിട്ടോ എങ്ങാണ്ട് സിനിമാ തിയേറ്ററിൽ പോയിരിക്കുന്നു ചേച്ചി അനിയത്തിയും കൂടെ. എന്റെ മുന്നോ, എന്തൊക്കെയാ ഇവരെ. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഞാൻ പറയുന്നില്ല. ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളാണോ ഇവരെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടത്? അല്ലല്ലോ. ഇവര് എന്നെ എടുത്തിട്ട് അങ്ങ് നിങ്ങൾ അലക്കിയോ എന്ന് പറഞ്ഞിട്ട് റീസൺ ഉണ്ടാക്കി തന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഞങ്ങളാണോ? അവരെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. ഇമാതിരി കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോ മിണ്ടാണ്ടിരിക്കാൻ തോന്നുന്നില്ലടേ, അതുകൊണ്ടാ. ശരി എന്നാ.